ഹലോ, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അപ്പം ഇതാ നമ്മൾ ഞായറാഴ്ച രാവിലെ ഉറക്കമൊക്കെ എഴുന്നേറ്റു. സമയം 5 മണിക്ക് എഴുന്നേറ്റു. ഇപ്പം സമയം 6 മണിയായി. അപ്പം 5 മണിക്ക് ചേട്ടൻ പോയി. അപ്പം നമുക്ക് ജനലൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അല്ലേ. അപ്പം ഇന്ന് മഴയൊന്നുമില്ല കേട്ടോ, കുഴപ്പമില്ലാത്ത കാലാവസ്ഥയാണ്. അപ്പം ചിലപ്പോൾ മഴ പെയ്യുമായിരിക്കും കേട്ടോ. എഴുന്നേറ്റ് ഇരിക്കുന്നുണ്ട്. സമയം 6 മണിയിലായിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് ഷഷ്ടി എടുത്തേക്കണോണ്ട് എനിക്ക് അമ്പലത്തിൽ പോകണം. അപ്പോൾ അതിന് കുറച്ച് പണികളൊക്കെ ഉള്ളത് തീർക്കണം. പിന്നെ നമ്മുടെ അമ്പലത്തിലും പോകണം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എറണാകുളത്തപ്പൻ്റെ അമ്പലത്തിൽ മുരുകൻ്റെ ക്ഷേത്രത്തിലും പോയി തൊഴണം. അപ്പോൾ ചിലപ്പോൾ ഞാൻ ഉണ്ണിനെ കൂടി വിളിക്കുന്നത് സൺഡേ അല്ലേ, അപ്പം വരുമോ നോക്കാം. അപ്പം നമുക്ക് പുറത്തോട്ട് പോകാം അല്ലേ. അപ്പം നമുക്ക് അപ്പുറത്തേക്ക് പോകാം. ഇവിടെ ആരും എഴുന്നേറ്റിട്ടില്ല കേട്ടോ. ഇന്ന് സൺഡേ ആകുമ്പോൾ എല്ലാവരും ലേറ്റായിട്ട് എഴുന്നേക്കുള്ളൂ. ഉണ്ണിക്കുട്ടൻ എഴുന്നേറ്റിട്ടില്ല കേട്ടോ, നല്ല ഉറക്കമാണ്. വിളിച്ചു നോക്കാം. ഉണ്ണിക്കുട്ടാ ഡാ, എറണാകുളം അമ്പലത്തിൽ വന്നുണ്ടോ? എന്നാ മരുന്നേക്ക്. നമ്മുടെ പുള്ളികളുടെ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. ഇതാ റോഡിലൂടെ കുറച്ച് വണ്ടികളൊക്കെ പോയിട്ടുണ്ട്. അപ്പുറത്ത് ബേക്കറി ഉണ്ട് കേട്ടോ, ഒരു ബേക്കറി ഉണ്ട്. അപ്പം അവിടെ വന്ന ഓട്ടോയുടെ സൗണ്ടാണ് കേട്ടോണ്ടിരിക്കുന്നത്. ഇപ്രാരം ഇവിടെ പേപ്പർ അല്ല. പപ്പി എഴുന്നേറ്റാ രാവിലെ? ഗുഡ് മോർണിംഗ് പപ്പി. ഉറക്കപ്പി. അപ്പോൾ ഞാൻ എന്താ കുളിച്ചിട്ടൊക്കെ വന്നു. അപ്പോൾ കുറച്ച് പണി ഉണ്ടായിരുന്നു, അടിച്ചു വാരി തുടക്കാനൊക്കെ ഉണ്ടായി. അപ്പോൾ അതൊക്കെ എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് വിളക്ക് വെക്കാനുണ്ട്. വിളക്കൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് റെഡി ആയിട്ട് നമുക്ക് അമ്പലത്തിൽ പോവാം. ഓക്കെ. അപ്പൊ നമ്മുടെ രാവിലത്തെ പണികളും കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങള് ശ്രീമല്ലൂർ നമ്മുടെ അമ്പലത്തിൽ എത്തിയേക്കാം. അപ്പൊ ആകാശം കാണാൻ നല്ല രസമുണ്ട്. അപ്പൊ അതിന്റെ വീഡിയോസ് ഒക്കെ എടുത്ത് നല്ല മേഘങ്ങളൊക്കെ ഇട്ട് പിന്നെ അതേ നമ്മുടെ ഫ്രണ്ടിലെ അമ്പലത്തിൽ നിന്ന് സെൽഫി ഒക്കെ എടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങളിപ്പോ അതേ നമ്മുടെ എറണാകുളം അമ്പലത്തിൽ എത്തിയേട്ടാ, എറണാകുളത്തപ്പൻ ക്ഷേത്രത്തിൽ എത്തിയേട്ടാ. അപ്പൊ അവിടത്തെ തൊഴുതൊക്കെ ഇറങ്ങണേന്. അപ്പൊ ഇത് നമ്മുടെ എറണാകുളത്തപ്പൻ ക്ഷേത്രത്തിനോട് ചേർന്നുള്ള നമ്മുടെ മുരുകന്റെ ക്ഷേത്രത്തിന് നേരെയായിട്ട് ഒരു കുളം ഉണ്ട് കേട്ടോ. അതിപ്പോഴും അടച്ചിട്ടേക്കണ കേട്ടോ, ഗേറ്റ് ഒന്നും ഓപ്പൺ അല്ല കേട്ടോ. അപ്പൊ അവിടെ നിന്ന് സെൽഫീസ് ഒക്കെ എടുത്ത് നമ്മുടെ മുരുകന്റെ അമ്പലത്തിന്റെ ഫ്രണ്ടിലായിട്ടത്. പിന്നെ അത് നമ്മൾ സ്ഥിരം അഭിരാമി കയറി ഉണ്ണിക്ക് മസാല ദോശ വാങ്ങിച്ചു. ഞാൻ ഷഷ്ടി ആയതുകൊണ്ട് ഒന്നും കഴിച്ചില്ല, ചായ മാത്രമേ കുടിച്ചുള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങൾ മാർക്കറ്റിൽ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ എറണാകുളം മാർക്കറ്റിലേക്ക് പോകട്ടെ. അപ്പൊ പച്ചക്കറികളൊക്കെ അതേ അടിപൊളിയായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ അത് വാങ്ങിച്ച് നമുക്ക് വീട്ടിലെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ പോവാട്ടോ. അപ്പൊ അത് നമ്മുടെ ഗോസ്റ്റിപ്പലം നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തിയത് ഞാൻ എന്റെ ബ്രേക്ക്ഫാസ്റ്റ് ഉപ്മാവാണ് കേട്ടോ, ഗോതമ്പിന്റെ ഉപ്മാവാണ്. ഷഷ്ടി ആയതുകൊണ്ടാണ് കേട്ടോ രാവിലെ ഗോതമ്പിന്റെ കഴിക്കണം. ഒരു നേരം മതി കഴിക്കോളൂ. പിന്നെ അതേ സൗമ്യ മീൻ പൊള്ളിക്കാനുള്ള പരിപാടിയാണ് കേട്ടത്. മീൻ വാഴയിൽ ഇങ്ങനെ കെട്ടി വെച്ചിട്ട് പൊള്ളിച്ചെടുക്കാനാണ് കേട്ടോ. നമ്മളിങ്ങനെ മീൻ പൊള്ളിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. വാഴയിൽ ഇങ്ങനെ വാഴയിൽ ഇങ്ങനെ പൊതിഞ്ഞെടുക്കും കേട്ടോ. ആദ്യം വാഴയുടെ നാര് ഇങ്ങനെ നമ്മൾ നല്ലോണം ചൂടാക്കിയിട്ട് അതുകൊണ്ടാണ് കേട്ടോ വാഴയിൽ പൊതിഞ്ഞിട്ട് അതിൽ കെട്ടി വെക്കുന്നത്. എന്നിട്ട് ഇതേ വെളിച്ചെണ്ണ ചൂടാക്കി കഴിയുമ്പോൾ അതിലേക്ക് വെച്ചു കൊടുക്കും കേട്ടോ. അതിന് 2 ദിവസം സാധാരണ പൊരിച്ചെടുക്കുന്നത് പോലെ പൊള്ളിച്ചെടുക്കും കേട്ടോ. അപ്പൊ അത് നമ്മുടെ പൊള്ളിക്കേണ്ട മീൻ റെഡി ആയിട്ടുണ്ട്. അപ്പൊ സ്വാമി ഇത് മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഉച്ചക്കത്തെ സ്പെഷ്യല് മീൻകറിയാണ് കേട്ടോ. മീൻകറി റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പൊള്ളിച്ച മീനിന്റെ നമ്മുടെ ഉണ്ണിയും മീലൂസും കൂടി ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് തന്നെ നല്ല അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ പൊള്ളിച്ച മീൻ. അപ്പൊ അതെ അടിപൊളി ഫ്രഷ് മീനായിരുന്നു കേട്ടോ. അപ്പൊ ഉണ്ണിയും മീലൂസും ഒക്കെ ചോറുന്ന് തുടങ്ങിയിട്ടാ വാഴയിൽ തന്നെയാണ് അവര് കഴിക്കണത്. പിന്നെ ഞാൻ കുറച്ച് അച്ചിങ്ങുണ്ടല്ലോ, അത് മെഴുക്കുവരട്ടി ചെയ്യാനുള്ള അത് എടുത്തേട്ടാ. അങ്ങനെ വേറെ ഫുഡൊക്കെ റെഡിയായി ഞങ്ങൾ കഴിക്കാനൊക്കെ എടുത്തു. മീൻകറിയും പൊള്ളിച്ച മീൻ പിന്നെ കുറച്ച് ബീറ്റ്റൂട്ട് ഇന്നലത്തെ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അത് ചൂടാക്കി എടുത്തു. അപ്പൊ അതെ അമ്മയും ഫുഡൊക്കെ കഴിക്കണേണ്ട. അമ്മ സ്പൂൺ കൊണ്ടാണ് കഴിക്കണം, പ്ലാസ്റ്റിക് എടുത്തിട്ടില്ല ഇപ്പോഴും. അപ്പൊ അങ്ങനെ അമ്മയും ഫുഡ് കഴിച്ചു തുടങ്ങി. അങ്ങനെ ഫുഡ് കഴിഞ്ഞ ഉണ്ണി TV കണ്ടോണ്ടിരിക്കണം. അച്ഛൻ അപ്പൊ ഈ സൈഡിൽ നിന്നും ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ എല്ലാരും ഫുഡ് കഴിക്കണേണ്ട. അപ്പൊ നമ്മൾ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ച് സിറ്റൗട്ടിൽ നിന്ന് ഇരിക്കണേ. ഞങ്ങൾ പപ്പിനെ കാണിച്ചു. പപ്പി ദേഷ്യത്തിലാണ്ടോ കുളിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആരുടെ അടുത്തും മിണ്ടല്ല, കുറെ നേരം ദേഷ്യപ്പെട്ടിരിക്കണ. അവൾക്ക് ഇഷ്ടമല്ല കുളിക്കാൻ. ഫുഡ് കഴിക്കാൻ അടിപൊളിയാണ്. അങ്ങനെ വൈകിട്ട് ചായയൊക്കെ വെച്ചു. ചായക്ക് കൂടെ കഴിക്കാനായിട്ട് അവല് നനച്ചതാണ്. അവലും തേങ്ങ ചിരക്കലേക്ക് കുഴച്ചെടുത്താണ്. അങ്ങനെ അത് കഴിഞ്ഞ് രാത്രിത്തേക്കുള്ള കറി കുമ്പളങ്ങ മോരുകറി വെക്കാനുള്ളതൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അങ്ങനെ കുമ്പളം കറിയൊക്കെ റെഡിയായി. രാവിലത്തെ ഉച്ചക്കത്തെ മീൻകറി, കുമ്പളം കറി, പിന്നെ ഒരു മുട്ട വറുത്തെടുത്തു. അങ്ങനെ അതും കൂട്ടി നമ്മുടെ രാത്രിത്തെ ഡിന്നർ കഴിക്കാൻ പോവാണ്ട.
അപ്പൊ ഇതാ രാത്രിത്തെ ഫുഡ് ഞാൻ ഫുഡ് കഴിക്കുള്ള ഷഷ്ടി ആയതുകൊണ്ട് ചേട്ടനുള്ള ഫുഡാണ് കേട്ടോ. അപ്പൊ എനിക്ക് ഷഷ്ടി ആയതുകൊണ്ട് രേത്തപ്പഴും പിന്നെ ഒരു ഗ്ലാസ് പാല് തരുന്നു. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ഇത്രയൊക്കെയുള്ളൂ. അപ്പൊ എല്ലാവരും നമ്മുടെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടെ. അപ്പൊ ഓക്കെ, ടാറ്റ, സീ യു.